നമസ്കാരം. ഒരു ഹ്യൂജ് ഫാൾ മാർക്കറ്റിൽ വന്നതിന് ശേഷം 25,232 നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വരാൻ പോകുന്ന ദിവസങ്ങളായാലും നിഫ്റ്റിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് എങ്ങനെ കൃത്യമായിട്ട് ഇൻട്രാഡേ ട്രെൻഡിൽ നമുക്ക് മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ സംഭവിച്ചത് നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. എങ്ങനെയായിരുന്നു നിങ്ങൾ മാനേജ് ചെയ്തിരുന്നത്, എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യേണ്ടിയിരുന്നത്, ഇത്തരം കാര്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. ഇന്നത്തെ ഒരു ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏരിയ റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലായിരുന്നു. 27,525 508 നമ്മൾ റെസിസ്റ്റൻസ് റേഞ്ച് നൽകിയിരിക്കുന്നത്. അപ്പം അതിന് ശേഷമായാലും നിഫ്റ്റിയുടെ ഓപ്പണിംഗ് ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിലും അടുത്തൊരു ക്യാൻഡിൽ തന്നെ സെല്ലിലേക്ക് ആക്റ്റീവായി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ എക്സാക്റ്റായിട്ട് സൂചിപ്പിച്ചിരുന്നതാണ്. കാരണം നിഫ്റ്റി ആയാലും സെല്ലിലേക്ക് കടന്നാൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാം. ഇൻ കേസ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന രീതിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്ലാൻ നൽകിയിരുന്നത്. കാരണം നിഫ്റ്റി ആയാലും ഈ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് ഫാൾസ് ഒരു ബ്രേക്ക്ഔട്ട് മുകളിലേക്ക് വന്നിട്ടുള്ള ഫെയിലിയർ ആയി വരുന്ന ഒരു മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലെവല് സപ്പോർട്ട് നമ്മളത് എക്സാക്റ്റായിട്ട് തന്നിരുന്നത്. ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൻ്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തപ്പോൾ തന്നെ സെല്ലിലേക്ക് ആക്റ്റീവായി. പിന്നെ അടുത്ത സപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്ന ഈ സപ്പോർട്ട് നമുക്കൊരു മൈനറായിട്ടുള്ള സപ്പോർട്ടാണ്. 475 മൈനറായിട്ടുള്ള സപ്പോർട്ടാണ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ചെയ്യണമെങ്കിൽ അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്കെങ്കിലും സസ്റ്റെയിൻ ചെയ്യണം. അപ്പോൾ നിഫ്റ്റി ആയാലും അതിന് ശേഷമായാലും എക്സാക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന മെയിനായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിലേക്ക് ടെസ്റ്റ് ചെയ്തു. ഒരു ഫാളിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിരുന്നു. അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് 401 സപ്പോർട്ട് നൽകിയിരുന്നത്. നൽകിയിരിക്കുന്ന സപ്പോർട്ടുകളൊക്കെ നോക്കുക, ആ ഒരു ലെവലിൽ നിന്നാണ് നിഫ്റ്റി ഒന്നും ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. അതിനുശേഷം ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തപ്പോൾ മാർക്കറ്റ് വീണ്ടും സെല്ലിലേക്ക് ആക്റ്റീവായി. അതിനുശേഷം ഈ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഒന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം ആ ഒരു സപ്പോർട്ട് മെയിനായിട്ടുള്ളൊരു സപ്പോർട്ടാണെന്ന് സൂചിപ്പിച്ചിരുന്നു. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതോടുകൂടി നിഫ്റ്റിയുടെ ആ ഒരു സഡൻ ഫാള് മാർക്കറ്റിൽ അത് സ്റ്റാർട്ട് ചെയ്തു. അടുത്തൊരു സപ്പോർട്ടുകളൊന്നും നിലനിൽക്കാതെ പോകുന്നൊരു വലിയൊരു ഫാളായിരുന്നു മാർക്കറ്റിൽ കണ്ടിരുന്നത്. അപ്പോൾ കറണ്ട് ഒരു സിറ്റുവേഷൻ ഡെയിലി ടൈം ഫ്രെയിമിൽ വീക്കിലി കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ കണ്ട എക്സാക്റ്റായിട്ട് അത് മനസ്സിലാവും. നമ്മൾ സെൻസെക്സിൻ്റെ ചാർട്ടും ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടും എല്ലാം നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് പല സ്റ്റോക്കുകളുടെ ചാർട്ടുകളും കമ്പയർ ചെയ്തുകൊണ്ട് നമ്മളത് എക്സാക്റ്റായിട്ട് അത് കാണിച്ചു തന്നാണ്. നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിഫ്റ്റി ഓൾറെഡി ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് മുകളിലേക്ക് ഫെയിലിയർ ആയിക്കൊണ്ട് ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് ഇവിടെ ഈ ഒരു ലെവലിൽ നിന്നാണ് നിഫ്റ്റി ഒരു സെൽ ആക്റ്റീവ് ആയിരുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് സെൽ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിഫ്റ്റി ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസ് വീണ്ടും കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവലും 25,000 എന്ന് പറയുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലും ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസും നമ്മളത് സൂചിപ്പിച്ചതാണ് നിഫ്റ്റിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസിൽ. കാരണം നിഫ്റ്റിയുടെ ആയാലും ഈ ഒരു സെൽ ആക്റ്റീവ് ആയതിൻ്റെ ടാർഗറ്റ് ലെവൽ ഈ ഒരു ലെവൽ വരെയെങ്കിലും മിനിമം എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം നിഫ്റ്റി ആയാലും ഈ ഒരു ലെവലിൽ നിന്നാണ് ആ ഒരു ഫാൾ ആക്റ്റീവ് ആയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വരെയെങ്കിലും മിനിമം ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ഒരു ലെവലിലേക്ക് ആയാലും വരുന്നതായാലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഓരോ ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചു, വീണ്ടും ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചു, ഫെയിലിയർ ആയിട്ടാണ് വരുന്നത്. അത് നമുക്കൊരു ഇൻട്രാഡേ ട്രെൻഡിലാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഏത് ദിവസം എക്സാക്റ്റ് സപ്പോർട്ടിലേക്ക് വരും എന്ന് നമുക്ക് എക്സാക്റ്റ് പറയാൻ പറ്റില്ല. പക്ഷേ ഇന്നത്തെ ഒരു എക്സ്പയറിയും എല്ലാതും ഫേവറബിൾ ആയപ്പോൾ തന്നെ നമ്മൾ 600 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്തിയപ്പോൾ തന്നെ ഇത് സൂചിപ്പിച്ചായിരുന്നു. 600 താഴെ ഉള്ള ഒരു ക്ലോസിംഗ് തന്നെ നിഫ്റ്റിയുടെ ഈ ഒരു സപ്പോർട്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത് തന്നെ. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്? ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. നിഫ്റ്റിയുടെ മാത്രമല്ല, നമ്മളൊരു കുറച്ചൊരു പോസിറ്റീവ് പറഞ്ഞിരുന്നത് ബാങ്ക് നിഫ്റ്റി മാത്രമായിരുന്നു. നമുക്ക് നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും നമ്മൾ മുൻ ആഴ്ചകളിൽ സൂചിപ്പിച്ചിരുന്ന ലോങ് ടൈം വ്യൂ, ബാങ്ക് നിഫ്റ്റിയുടെ ലോങ് ടൈം വ്യൂ ഈ സപ്പോർട്ടിൽ നിന്ന് എക്സാക്റ്റ് ആയിട്ട് ബൗൺസ് ചെയ്തു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ആയാലും ആ ഒരു വലിയൊരു ഫാൾ വരാത്തതിൻ്റെ ഒരു കാരണം ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും സ്റ്റിൽ സപ്പോർട്ട് ലെവലിലാണ്. പക്ഷേ ഇതും ബ്രേക്ക് ചെയ്താൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു സഡൻ ഫാള് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ ഒരു ലെവൽ വരേക്കും എക്സ്പെക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ സെൻസെക്സിൻ്റെ സിറ്റുവേഷനും സൂചിപ്പിച്ചായിരുന്നു. സെൻസെക്സും ഫാള് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ടും ആണ് അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം ഈ ഒരു ലെവലാണ് സെൻസെക്സിൻ്റെ സപ്പോർട്ട് ലെവൽ വരുന്നത്. അതേപോലെ തന്നെ മിഡ് ക്യാപ്പും വീക്കായിട്ടാണ് നിൽക്കുന്നത്. അത് സൂചിപ്പിച്ചായിരുന്നു. ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ സഡൻ ഫാള് മിഡ് ക്യാപ്പിലും എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ മിഡ് ക്യാപ്പിലായാലും ഈ ഒരു സപ്പോർട്ട് ലെവലാണ് ഈ ഒരു ലെവൽ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് മിഡ് ക്യാപ്പ് കുറച്ചും കൂടി ഒരു
വീക്ക്നെസ് ആയിട്ടാണ് മിഡ് ക്യാപ്പ് കാണുന്നത്. വലിയൊരു ഫാളിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ഇതെല്ലാം നമ്മൾ മുൻകൂട്ടി തന്നെ മുൻ ആഴ്ചകളിൽ തന്നെ എക്സാക്റ്റ് ആയിട്ട് നമ്മളത് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ആയാലും ആ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് നടത്തിക്കൊണ്ട് ഈ ഒരു ലെവല് വലിയൊരു സെൽ ആക്റ്റീവായി. അതിനുശേഷം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൈസ് ഈ ഒരു ലെവലിലായിരുന്നു. നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. റിലയൻസ് ഇൻഡസ്ട്രീസ് ആയാലും ആ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഐ ടി ഇൻഡെക്സ് ആയാലും കുറച്ചൊരു പോസിറ്റീവ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഫാർമ സെക്ടറിലും ആ ഒരു ഫാള് ആക്റ്റീവായിട്ടാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ലെവല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ഫാർമ സെക്ടറിൽ ആക്ട് ചെയ്യും. അതേപോലെ തന്നെ HDFC ബാങ്കിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, എക്സാക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചായിരുന്നു. ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും മേജർ ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം താഴത്ത് തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാള് മാർക്കറ്റിൽ വലിയൊരു ഫാള് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യണം. അത് കൃത്യമായിട്ട് നമ്മളിത് ഇൻട്രാ ട്രെൻഡിൽ മാനേജ് ചെയ്യുക. ഇതാണ് നമുക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഏതാണ് നമുക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിയെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട്, റൈറ്റ് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. വരാൻ പോകുന്ന ദിവസങ്ങളായാലും നിഫ്റ്റി നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ നമുക്ക് നിഫ്റ്റിയിലും ആ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഫാൾ എവിടെ നിന്നാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്, എവിടുന്നാണ് ആ ഒരു സെല്ലേഴ്സ് മെയിനായിട്ട് മാർക്കറ്റിൽ ആക്റ്റീവ് ആയിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിക്കയിലും ഈ ഒരു ലെവൽ വരെ നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. 25,375 റെസിസ്റ്റൻസ് എടുത്തിരിക്കുന്നത്. 375 ഇപ്പോൾ ലോവർ ലെവൽ സിറ്റുവേഷൻ ആണെങ്കിൽ നിഫ്റ്റിക്ക് 265 വരെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പോൾ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും പ്രോഫിറ്റ് വെക്കുന്ന ചാൻസ് കൂടുതലാണ്. ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് വെക്കുന്ന ചാൻസ് 27,212 മുകളിൽ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെല്ലിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക, ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താലും നിഫ്റ്റിയിൽ ഇനി മൈനർ ആയിട്ടുള്ള സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ബൈ ഈ ഒരു ലെവലിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും കുറച്ച് സമയം മാർക്കറ്റ് വെയിറ്റ് ചെയ്തിരുന്നതിന് ശേഷം ഓരോ റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്കും സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. മൈനർ ആയിട്ടുള്ള സപ്പോർട്ടിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സജഷൻ നടത്താറില്ല. മെയിൻ ആയിട്ടുള്ള സപ്പോർട്ട് 27,010 കാണുന്നത്. ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് മൈനർ ആയിട്ടുള്ള ഏതെങ്കിലും റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സെയിം ക്യാനിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ മൈനർ ആയിട്ടുള്ള റെസിസ്റ്റൻസുകളാണ് നൽകിയിരിക്കുന്നത്. മാർക്കറ്റിൽ ഇൻ കേസ് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ ഈ ഒരു ലെവലിൽ നിന്നൊക്കെ ഒരു ബൗൺസ് ചെയ്യാനുള്ള ഒരു ചാൻസ് കാണിക്കും. പക്ഷേ ബൈക്ക് മൊമെൻറ്റം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ബൈയുടെ ഒരു മൊമെൻറ്റം കിട്ടണമെങ്കിൽ മെയിനായിട്ടുള്ള റെസിസ്റ്റൻസിന് മുകളിൽ ഒരു ദിവസം കയറി നിന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് ബൈക്ക് ചാൻസ് വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ ഒരു ലെവലൊക്കെ ഓപ്പൺ ചെയ്താൽ ഇതൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് അല്ല. ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്ന് യൂട്ടിലൈസ് ചെയ്യരുത്. പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് റേഞ്ചും ഹോൾഡ് ചെയ്തുകൊണ്ട് 27,212 ഹോൾഡ് ചെയ്തുകൊണ്ട് 27,265 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ വരെ സെല്ലേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്. സെല്ലേഴ്സിൻ്റെ ഒരു പ്രഷർ മാർക്കറ്റിൽ ഉണ്ടായിരിക്കും. സഡൻ മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചെറിയ ചെറിയ സപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ബൈ ഓപ്പർച്യൂണിറ്റി സേഫ് അല്ല. 27,010 താഴെ സപ്പോർട്ട് വരുന്നത് 24,930 930 ഹോൾഡ് ചെയ്തുകൊണ്ട് 27,010 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ 27,010 താഴെ വന്നാൽ ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ മാർക്കറ്റ് ബൗൺസ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തും. വരാൻ പോകുന്ന ദിവസങ്ങളായാലും ഈ റെസിസ്റ്റൻസ് ഏരിയ ഹയർ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിക്ക് ഇതാണ് നമ്മൾ ഓപ്പണിംഗ് റേഞ്ചിലെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് പിന്നീട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആദ്യത്തെ 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടും. അല്ലെങ്കിൽ തുടക്കത്തിൽ മൊമെൻറ്റം ഈ ഒരു ലെവലിൽ നിന്ന് ഫാളിന് തന്നെയായിരിക്കും കൂടുതൽ ചാൻസ് വരുന്നത്. റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവലൊക്കെ ഓപ്പൺ ചെയ്തു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഓരോ സപ്പോർട്ടും ബ്രേക്ക് ചെയ്യുമ്പോൾ വീക്ക്നെസ്സിന് തന്നെയാണ് ചാൻസ് കൂടുതൽ. 27,375 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിന് മുകളിൽ റെസിസ്റ്റൻസ് ആയാലും 515 വരെ റെസിസ്റ്റൻസ് ആണ്. 27,515 അതേപോലെ തന്നെ 27,475 ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ച് സ്ട്രോങ് ആയിട്ടുള്ളൊരു റേഞ്ച് ആയിരിക്കും മാർക്കറ്റിൻ്റെ.
അതിനുശേഷം 602 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലായാലും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 27,265 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇല്ലെങ്കിൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിങ്ങിന് തന്നെയാണ് ചാൻസ് വരുന്നത്. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്